ഗോമൂത്രം നല്ലതോ ചീത്തയോ? ഗോമൂത്രത്തെ വാഴ്ത്തിയത് ഒരു സാധാരണക്കാരനല്ല, മദ്രാസ് ഐഐടി ഡയറക്ടർ വി കാമകോടിയാണ്. ഒരു തവണയല്ല, പല തവണയാണ് കാമകോടിയുടെ ഗോമൂത്രവാദം ഉണ്ടായത്. ഗോമൂത്രം കുടിച്ചാൽ രോഗങ്ങൾ മാറുമെന്നും അതിവിശേഷപ്പെട്ട ഔഷധമാണെന്നുമാണ് കാമകോടിയുടെ വാദം. പനി വന്നപ്പോൾ ഒരു സന്യാസിയുടെ നിർദ്ദേശപ്രകാരം ഗോമൂത്രം കുടിച്ചെന്നും 15 മിനിറ്റിനുള്ളിൽ പനി മാറിയെന്നും കാമകോടി അവകാശപ്പെട്ടു. ബാക്ടീരിയയെയും ഫംഗസിനെയും നശിപ്പിക്കാൻ ഗോമൂത്രത്തിന് കഴിയും. ദഹനപ്രശ്നങ്ങളും മാറുമെന്നാണ് ഐഐടി ഡയറക്ടർ പറയുന്നത്. മാട്ടുപൊങ്കലിന്റെ ഭാഗമായുള്ള ഗോസംരക്ഷണ ചടങ്ങിലായിരുന്നു കാമകോടിയുടെ വിവാദ പരാമർശങ്ങൾ. വി കാമകോടിയുടെ പരാമർശത്തെ പിന്തുണച്ച് മുതിർന്ന ബിജെപി നേതാവും ഡോക്ടറുമായ തമിഴിസൈ സൗന്ദരരാജനും രംഗത്ത് വന്നു. ബീഫ് കഴിക്കുന്നില്ലേ, പിന്നെ ഗോമൂത്രത്തോട് മാത്രം എന്താണ് അകൽച്ച കാണിക്കുന്നത് എന്നാണ് സൗന്ദരരാജൻ ചോദിക്കുന്നത്. ആയുർവേദം ഗോമൂത്രത്തെ തേൻവെള്ളം എന്നാണ് വിശേഷിപ്പിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഗോമൂത്രം ഔഷധമായി ഉപയോഗിക്കാമെന്ന് ശാസ്ത്രീയ തെളിവുകൾ സഹിതം സംസാരിക്കുമ്പോൾ എതിർക്കുന്നത് എന്തിനെന്നാണ് സൗന്ദരരാജന്റെ ചോദ്യം. ഗോമൂത്രം 80 തരം രോഗങ്ങൾക്ക് ഔഷധമാണെന്നും മദ്യത്തേക്കാൾ സുരക്ഷിതമാണെന്നും സൗന്ദരരാജൻ അവകാശപ്പെട്ടു. വി കാമകോടി നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ കടുത്ത വിമർശനവുമായി തമിഴ്നാട് ഡോക്ടേഴ്സ് അസോസിയേഷൻ ഫോർ സോഷ്യൽ ഇക്വാലിറ്റി രംഗത്തെത്തി. ഡയറക്ടറുടെ അവകാശവാദം അശാസ്ത്രീയവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണ്. ബുദ്ധിമുട്ടുകളുണ്ടായാൽ മെഡിക്കൽ സഹായം തേടണം, അശാസ്ത്രീയ ചികിത്സാ മാർഗങ്ങൾ സ്വീകരിക്കരുതെന്നും ഡോക്ടർമാരുടെ സംഘടന മുന്നറിയിപ്പ് നൽകുന്നു. ഗോമൂത്രം കുടിക്കുന്നത് മൂലം ഈക്കോളി അടക്കമുള്ള അണുക്കൾ ശരീരത്തിലെത്തും. വയറിളക്കം, മൂത്രാശയ അണുബാധ തുടങ്ങിയവയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ഗോമൂത്രം കുടിച്ചാൽ രോഗം മാറില്ലെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. ഗോമൂത്രത്തിന്റെ ഗുണങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മനുഷ്യമൂത്രമാണെങ്കിലും ഗോമൂത്രമാണെങ്കിലും ചാണകമാണെങ്കിലും ഈ പറയുന്ന യാതൊരു ഗുണവുമില്ലെന്നാണ് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ഇവ ഉപയോഗിക്കുന്നത് ദോഷമുണ്ടാക്കുമെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നു. ഗോമൂത്രത്തിന്റെ ഔഷധ ഗുണങ്ങളെപ്പറ്റി കുറെ കാലമായി പഠിക്കുന്നുണ്ട്. 1975 എലികളിലും 1976 പട്ടികളിലും പഠനം നടത്തി. എന്നാൽ അവ പെട്ടെന്ന് ചത്തുപോകുന്നതായാണ് ചെയ്തതെന്നും വിദഗ്ധർ പറയുന്നു. മനുഷ്യന് എന്തെങ്കിലും ഗുണമുള്ളതായി ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. മാത്രമല്ല, ബോവിൻ സ്പോങ്കിഫോം എൻസിഫലോപ്പതി എന്ന തലച്ചോറിനെ ബാധിക്കുന്ന അതീവ മാരകമായ രോഗം ഗോമൂത്രം കുടിച്ചാൽ വരാമെന്ന് കണ്ടെത്തിയിട്ടുമുണ്ട്. ഈ ചാണകവും അപകടകാരിയാണ്. ഇവയിലുള്ള ബാക്ടീരിയകൾ ദോഷമുണ്ടാക്കും. ടെറ്റനസ് ഉണ്ടാക്കുന്ന ക്ലോസ്ട്രീഡിയം ടെറ്റനി വയറിളക്കം മുതൽ മെനിഞ്ചൈറ്റിസ് വരെ ഉണ്ടാക്കാറുള്ള ഈക്കോലി തുടങ്ങിയ ബാക്ടീരിയകൾ ഇവയിലുണ്ട്. ചാണകവും മൂത്രവും എല്ലാം വിസർജ്യമാണ്. മനുഷ്യന്റെ കുടലിൽ മനുഷ്യ ശരീരത്തിൽ ആകെയുള്ള മനുഷ്യകോശങ്ങളെക്കാൾ അധികം ബാക്ടീരിയകളുണ്ട്. അവ വിസർജ്യങ്ങളിലൂടെ പുറത്തുവരികയും ചെയ്യും. അതുപോലെയാണ് മറ്റു ജീവികളിലും. മൂത്രനാളിയിലൂടെ പുറത്തെത്തുന്ന മനുഷ്യമൂത്രത്തിലും രോഗാണുക്കൾ ഉണ്ടാവാം. മാത്രമല്ല, മൂത്രത്തിലെ സോഡിയത്തിന്റെ അളവ് നമുക്കാവശ്യമുള്ളതിലും കൂടുതലായിരിക്കും. അത് ശരീരത്തിൽ നിന്നും ജലാംശം നഷ്ടപ്പെടാനും നിർജ്ജലീകരണമൊക്കെ ഉണ്ടാകാനും കാരണമാകുമെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു.